ഹലോ, ഈ കുർത്തി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിനകത്ത് എംബ്രോയ്ഡറി സ്റ്റിച്ച് കണ്ടോ? ഇത് ഞാൻ തന്നെ ചെയ്തതാണ്, എനിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സമയക്കുറവ് മൂലം ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത ശേഷമാണ് എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ വേസ്റ്റ് ലെങ്താണ് അടയാളപ്പെടുത്തുന്നത്. എത്ര വരെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യണം എന്നുള്ളത് അടയാളപ്പെടുത്തിയ ശേഷം അത് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ചെറിയൊരു സൂര്യകാന്തിൻ്റെ ഡിസൈൻ പോലെ വരാൻ വേണ്ടി റൗണ്ട് ആയിട്ട് ആദ്യം വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ അവിടുന്ന് മുതൽ ഏകദേശം ഒരു വേസ്റ്റ് ഞാൻ ലെങ്ത് എടുത്തേക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ അവിടെ വരെ ഏകദേശം ചെറുതും വലുതുമായിട്ട് റൗണ്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ വർക്കിന് വേണ്ടി എടുത്തിരിക്കുന്ന ത്രെഡ് ആങ്കർ ത്രെഡാണ്. അത് മഞ്ഞയും ബ്രൗണും കളറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഹോൾസ് വലുതായ സൂചിയും എംബ്രോയ്ഡറി ആങ്കർ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സൂര്യകാന്തി പൂ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ലേസി ഡേസിയും ഫ്രഞ്ച് നോട്ടും ആണ്. ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ബോട്ടീക്കിൻ്റെ ഡ്രസ്സിൽ നിന്നും റെഫറൻസ് എടുത്താണ് ഇത് ചെയ്യുന്നത്. എനിക്കത് ബ്ലാക്കിൽ തന്നെയാണ് സൂര്യകാന്തിൻ്റെ ഒരു ടൈപ്പ് പോലെ തോന്നുന്നത്. അവരും ലേസി ഡേസിയും ഫ്രഞ്ച് നോട്ടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് ചെയ്തിരിക്കുന്ന പാറ്റേൺ വേറെ രീതിയിലാണ്. ഞാൻ കുറച്ച് നല്ലോണം ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്, അവർ കുറച്ചേ ചെയ്യുന്നുള്ളൂ. പിന്നെ സ്ലീവും വ്യത്യസ്തമാണ്. ഞാനും സ്ലീവ് ഒന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ചെയ്യാത്തൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബോട്ടിക്കിൽ നിന്ന് റെഫറൻസ് എടുത്താണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ബ്ലാക്ക് കളർ എനിക്ക് എടുത്തു തന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി എൻ്റെ കയ്യിൽ ഈ തുണി ഇരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനൊരു പിക്ക് കണ്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടതും. അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലേസി ഡേസിയും ഫ്രഞ്ച് നോട്ടുമായിട്ട് ഒരു സൂര്യകാന്തി ടൈപ്പ് തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അത് അടിയിലേക്ക് വലിച്ചെടുത്ത ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്യേണ്ട കുറച്ചടുത്തേക്കായിട്ട് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. അങ്ങനെ നൂല് മൊത്തം പുറത്തേക്ക് എടുത്ത ശേഷം ആ കുത്തിയെടുത്ത് തന്നെയല്ല, കുത്തീൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് ആദ്യം സൂചി അടിയിലൂടെ കുത്തിയിട്ട് മുകളിൽ കാണുന്ന വരേൻ്റെ മുകളിലൂടെ കുത്തി മേലേക്ക് കൊണ്ടുവരിക സൂചി. ഇപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ, അതുപോലെ കൊണ്ടുവന്നിട്ട് ആ നൂല് സൂചിയിലേക്ക് ചുറ്റിയെടുത്തിട്ട് മേലേക്ക് വലിച്ചെടുക്കുക. ഒരുപാട് ടൈറ്റ് ആക്കരുത്, കുറച്ചൊരു ആവറേജ് ടൈറ്റ് ആക്കിയ ശേഷം ആ കുത്തിയെടുത്ത നൂലിൻ്റെ അപ്പുറത്തൂടെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് കുത്തിയിട്ട് വലിച്ചിറക്കുക. അപ്പോൾ അവിടെ ഒരു ലോക്ക് വന്നു. ആ ലോക്ക് വരുന്ന രീതിയിലേക്ക് കുത്തിയിറക്കുക. അങ്ങനെ പകുതി വരെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെയും സൂചി കുത്തി മേലേക്ക് ഫുൾ നൂല് പുറത്തേക്ക് എടുത്തിടുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ കുറച്ച് സൈഡിലേക്ക് മാറിയിട്ട് സൂചി ഉള്ളിലേക്ക് കുത്തി ആ വരയുടെ തൊട്ട് മുകളിലേക്ക് കാണുന്ന രീതി കുത്തിയെടുക്കുക. എന്നിട്ട് നൂല് സൈഡിലേക്ക് ചുറ്റിയിട്ട് സൂചിയിലൊരു ചുറ്റിയിട്ട് നൂല് വലിച്ചെടുക്കുക. വലിച്ചെടുക്കുമ്പോൾ ആ റൗണ്ട് പോലെ വന്നില്ലേ, അതിൻ്റെ പുറത്തൂടെ സൂചി കുത്തി ഇറക്കുക. എന്നിട്ട് അന്നേരം ഒരു ലോക്ക് വരെ വരും. അതിനെയാണ് ലേസി ഡേസി എന്ന് പറയുന്നത് ഈ സ്റ്റിച്ചിന്. വീണ്ടും അതുപോലെ തന്നെ ആവർത്തിച്ച് കൊണ്ടുവരിക. അങ്ങനെ ഈ പൂ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ പൂ ഫുള്ളായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കുള്ള അതിൻ്റെ ഒരു അരി പോലത്തെ സംഭവമില്ലേ, അതാണ് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ബ്രൗൺ കളർ ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നടുക്ക് കൊടുക്കുന്ന സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ടാണ്. ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് തുന്നുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം സൂചി അടിയിലൂടെ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ആ സൂചിയിൽ ഒരു വട്ടം ഒരു ചുറ്റ് കൊടുക്കുക. കുറച്ചും കൂടെ കട്ടി കിട്ടണമെങ്കിൽ 2 ചുറ്റ് ചുറ്റാം. ഒരു ചുറ്റ് ചുറ്റിയിട്ട് അതേപോലെ തന്നെ കുത്തി ഇറക്കുക. പിന്നെ സൂചി മേലേക്ക് ആദ്യം കുത്തി എടുക്കുക. എന്നിട്ട് ഒരു ചുറ്റ് ചുറ്റിയിട്ട് അല്ലെങ്കിൽ 2 ചുറ്റോ ചുറ്റിയിട്ട് കുത്തി ഇറക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ പൂവ് ഫുള്ളായി ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സൂര്യകാന്തി ടൈപ്പ് പൂവ് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തത്. ലാസ്റ്റത്തെ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഓൾറെഡി ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നു. ലാസ്റ്റത്തെ ഒരു ഇത് മാത്രമാണ് പിന്നെ കാണിച്ചത്. അപ്പോൾ ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയുന്നവർക്കും ഇങ്ങനെയുള്ള വർക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.